സോ നമുക്ക് നമ്മുടെ ആപ്പിലോട്ട് പോകാം. ഫസ്റ്റായിട്ട് ആപ്പിലോട്ട് പോയി ഓപ്പൺ ചെയ്യാം. ഈ ഫസ്റ്റ് ആപ്പിൻ്റെ ഇൻ്റർഫേസ് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ആപ്പ് തുറക്കുമ്പോഴുള്ള ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ബാക്കി കന്നഡ, തെലുഗു ഇതൊക്കെ ഉണ്ട്. സോ നിങ്ങളുടെ പ്രിഫേർഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ വിത്ത് മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങൾ മൊബൈൽ നമ്പർ അടിക്കുക. അടിച്ച് കഴിഞ്ഞാൽ OTP വരും. അപ്പോൾ തന്നെ ലോഗിൻ ആവും. ഓക്കെ, ലോഗിൻ ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്താണ് ബാലറ്റ് ബാലൻസ്, പെൻഡിങ് ലീഡ്സ്, വെരിഫൈഡ് ലീഡ്സ്. ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടാണ്. സോ ഇവിടെ പോയി നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് നിങ്ങൾ KYC ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. ഓക്കെ, അത് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ആഫ്റ്റർ ദാറ്റ് എനിക്കിവിടെ കാണാൻ പറ്റും എന്താണ് മർച്ചൻ്റ് അക്കൗണ്ട്സ്, അക്കൗണ്ട് ഓപ്പണിംഗ്, ക്രെഡിറ്റ് കാർഡ്സ്, ലോൺസ്, ട്രേഡിംഗ് അക്കൗണ്ട്, ഇൻഷുറൻസ് ആൻഡ് അതേഴ്സ്. അപ്പോൾ ഇതിലുണ്ടോ മർച്ചൻ്റ് അക്കൗണ്ട്സ് 800, അക്കൗണ്ട് ഓപ്പണിംഗ് 1000, 3900, ക്രെഡിറ്റ് കാർഡ്. സോ ഇതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസാണ്. നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട, നിങ്ങൾ കസ്റ്റമറെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കണം. സിമ്പിൾ. ഓക്കെ, കാരണം ഇത്രയും ജെന്യൂനായിട്ട് 100% നോക്കി ഇവിടെ എത്ര സ്കാം നടക്കുന്നുണ്ട് ഓൺലൈനിൽ അല്ലേ. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും 100% ജെന്യൂനില്ല. ബട്ട് ദിസ് ഇസ് 100% ജെന്യൂൻ ആപ്പ്. ഇത് പ്ലേ സ്റ്റോറിലുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മർച്ചൻ്റ് അക്കൗണ്ട്സിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ കടകളിലൊക്കെ കാണത്തില്ലേ, അതായത് ഹോൾസെയിൽ ഡീലേഴ്സ്, അതേപോലെ തന്നെ ചെറിയ ചെറിയ കടകളിലൊക്കെ GPayയുടെ കാർഡൊക്കെ വയ്ക്കുമല്ലോ. അതേപോലെ തന്നെ അവർക്ക് ഒരു അക്കൗണ്ട് എടുത്തു കൊടുക്കണം, ഒരു മർച്ചൻ്റ് അക്കൗണ്ട് എടുത്തു കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ആഡ് കസ്റ്റമർ കൊടുക്കുക. എന്നിട്ട് ഇതുണ്ടോ, ഇതാണ് ഡീറ്റെയിൽസ്. റെഫറൻഡ് ടൈപ്പ് പീപ്പിൾ. അപ്പോൾ അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 300 രൂപയാണ് അക്കൗണ്ട് തുടങ്ങുന്നത്. 7000 രൂപയുടെ വരെ ഡെപ്പോസിറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സിമ്പിളായി ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് കഴിഞ്ഞിട്ട് ആഡ് കസ്റ്റമർ കൊടുത്തിട്ട് ഷെയർ ലിങ്ക് കൊടുക്കണം കേട്ടോ. ഷെയർ ലിങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ വരത്തില്ല, നമ്മൾ കസ്റ്റമർ നെയിം കാർഡ് കൊടുത്ത് ഷെയർ ലിങ്ക് ത്രൂ വാട്സപ്പ് വരും. ആ വാട്സപ്പ് വഴി വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ലിങ്ക് കസ്റ്റമർ തൊട്ടിട്ട് അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പേ ഔട്ട് കയറാം. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് കണ്ടോ ഏർണിംഗ് 2200. ഇത് നിങ്ങൾ എലിജിബിൾ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് വേറൊരാളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുത്താൽ നിങ്ങൾക്ക് 2200 rupees കിട്ടും. ഓക്കെ, ഇത് കണ്ടോ ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീ ഇല്ല, ഒന്നുമില്ല. സോ ഇത് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയി തുടങ്ങാം. ഫസ്റ്റ് ഷെയർ ലിങ്ക് ആഡ് കസ്റ്റമർ, നമ്മൾ ഷെയർ ലിങ്ക് കൊടുക്കും. ഓക്കെ, ഷെയർ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പ് കൊണ്ടുവരും. വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഏത് വഴിയാണ് സെൻഡ് ചെയ്യാം. സോ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു, സാധാരണ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്ന പോലെ ഷെയർ ചെയ്യുന്നു, കസ്റ്റമർക്ക് ഷെയർ ചെയ്യുന്നു. കസ്റ്റമർ അത് തൊടുന്നു. ഓക്കെ, കസ്റ്റമർ അത് തൊട്ട് കഴിഞ്ഞാൽ കസ്റ്റമർ HDFCയുടെ പോർട്ടലിൽ പോകും. മെയിനായിട്ട് ക്രെഡിറ്റ് കാർഡ്സിന് വേണ്ടത് സിബിൽ സ്കോറാണ്. സോ അവർക്ക് സിബിൽ ഉണ്ടെന്ന് വെച്ചാൽ അവർ എലിജിബിൾ ആണെന്ന് വെച്ചാൽ അവരൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ 2200 rupees നിങ്ങൾക്ക് കയറും. ഇനി ഇത് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ല എന്ന് വെച്ചാൽ അതിനും ഇവിടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരെ ഹോം ബട്ടൻ്റെ അടുത്തുണ്ടോ ട്രെയിനിങ്. ഈ ട്രെയിനിങ് സെഷൻ ക്ലിക്ക് ചെയ്താൽ ലൈവ് വെബിനാർസ് ഉണ്ട്. എല്ലാത്തിനും ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ, ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ്സ്, ലോൺസ് എല്ലാത്തിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇനി വീഡിയോ ട്രെയിനിങ്സ് ഉണ്ട്, ഓൾറെഡി റെക്കോർഡഡ് ട്രെയിനിങ്സ്. സോ ഇത് നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് ഇവർ തന്നോളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് വെച്ചാൽ അതിവിടെ ചോദിക്കാവുന്നതാണ്. സോ നിങ്ങൾ എത്ര ലീഡ്സ് ഉണ്ടെന്ന് അറിയാൻ ഇതാണ് വെരിഫൈഡ് ലീഡ്സ്. ഈ മാസത്തെ 5. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഒരു മന്ത്ലി ഒരു ദിവസം 60,000 മേലെ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു വെച്ചാൽ എന്നാൽ കുറേ ചാനൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ അതെന്തായാലും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് ഇതാണ് നിങ്ങൾക്ക് 1 month എന്തായാലും
60,000 മേലെ earn ചെയ്യാൻ പറ്റും. 1 മന്തിന് 60,000 മേലെ earn ചെയ്യാൻ പറ്റും. ഓക്കെ, വെരിഫൈഡ് ലീഡ്സ് ഉണ്ടാവും 5 റിജക്റ്റഡ് എത്രയാണ് 13. സോ ഇതൊക്കെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ആണ് കേട്ടോ വെരിഫൈഡ് ലീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ സിബിൽ സ്കോർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി നിങ്ങൾക്ക് അതല്ല, ക്രെഡിറ്റ് കാർഡ്സ് അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ പല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇൻഷുറൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, ഏൺ അപ് ടു 3,000. ട്രേഡിംഗ് അക്കൗണ്ട് കുറച്ചും കൂടി സിമ്പിളാണ്. ഡിമാറ്റ് അക്കൗണ്ട്, അതിലെല്ലാം ട്രെയിനിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ലീഡർ ബോർഡ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, 2,07,000 rupees ആണ് ആഷ് സർബിൾ എന്ന് പറഞ്ഞൊരു പയ്യൻ earn ചെയ്തിരിക്കുന്നത് ത്രൂ ദിസ് ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്കും പറ്റും ചെയ്യാൻ. ഓക്കെ, ഇത് ഓൾറൗണ്ടറാണ്, എല്ലാം ഉപയോഗിച്ചിട്ടാണ്. ഈ മർച്ചൻ്റ് അക്കൗണ്ട്സ് മാത്രമാണ് ഈ നോക്കി എത്ര earn ചെയ്തിരിക്കുന്നത്. ഹർഷ് തന്നെയാണ് കൂടുതൽ, 21 lakhs ആണ് earn ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ഇതൊരു ബിസിനസ്സായി ചെയ്യുന്നവരുണ്ട്. വലിയ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒക്കെ തുടങ്ങി ഒരു ബിസിനസ്സായി ചെയ്യുന്നവരുണ്ട്. അതിൽ പെടും ഈ ഹർഷൊക്കെ. അക്കൗണ്ട് ഓപ്പണിങ്, ലോൺസ് കണ്ടോ. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ്സിൽ തന്നെ 33,500 rupees. അപ്പോൾ നിങ്ങൾക്കും ഇത് earn ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പ്ലേ സ്റ്റോറിലുണ്ട് ഈ ആപ്ലിക്കേഷൻ. പിക് മൈ വർക്ക് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഓക്കെ, പിക് മൈ വർക്ക്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ആപ്ലിക്കേഷൻ്റെ പേര്, പിക് മൈ വർക്ക്. സോ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുമെന്ന് വെച്ചാൽ കമൻസിൽ ചോദിക്കാം.